Hello, welcome to Learnino. This is Danya. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോമ്പണൻസ് ആൻഡ് പെരിഫറൽസ് ഓഫ് കമ്പ്യൂട്ടർ അതിൻ്റെ MCQs ആണ്. ഓക്കെ, ഇപ്പോൾ മോഡ്യൂൾ 1 MCQs ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Any physical components of a computer system that we can see and touch is called. Options: software, peripheral device, hardware, CPU. Okay, answer is option C, hardware ആണ്. ഓക്കെ, നമ്മൾ കാണാൻ കഴിയാവുന്നതും തൊടാൻ കഴിയാവുന്നതുമായുള്ള കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ കോമ്പണൻസിനെ നമ്മൾ വിളിക്കുന്നത് ഹാർഡ്വെയർ എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2. The system unit that contains the most vital part of personal computer is called. ഒരു PC ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഇരിക്കുന്ന സിസ്റ്റം യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ്: CPU, ബയോസ് ചിപ്പ്, മദർ ബോർഡ്, മോണിറ്റർ. ഓക്കെ, നമുക്ക് ഒരു ഡൗട്ടും വേണ്ട. ആൻസർ ഇസ് മദർ ബോർഡ്. മദർ ബോർഡ് എന്ന് പറയുന്നത് സർക്യൂട്ട് ബോർഡാണ്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വൈറ്റൽ പാർട്ട് തന്നെയാണ് മദർ ബോർഡ്, അതായത് സർക്യൂട്ട് ബോർഡാണ്. അതിനെ മെയിൻ ബോർഡ് എന്ന്, സിസ്റ്റം ബോർഡ് എന്നെല്ലാം വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. എ മദർ ബോർഡ് കൺസിസ്റ്റ് ഓഫ് ഓപ്ഷൻസ്: എ CPU, B RAM and BIOS chip, C expansion slot, D heat sink fan. ഓക്കെ, അപ്പം മദർ ബോർഡിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ ഇ ആണ്. ഇവിടെ അഞ്ച് ഓപ്ഷനാണുള്ളത്. ഓൾ ഓഫ് ദ എബോ. ഈ സാധനങ്ങളെല്ലാം തന്നെ മദർ ബോർഡിനകത്ത് വരുന്നതാണ്. ഓക്കെ, നമ്മൾ മദർ ബോർഡിൻ്റെ കോമ്പണൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ? ഒരു ഡൗട്ടും വേണ്ട. ആൻസർ CPU. ഓപ്ഷൻ ഒന്നും വേണ്ട അല്ലേ. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ അതൊരു IC ആണ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് കോമ്പണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാർട്സ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ചിപ്പാണ് CPU എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രോസസ്സർ എന്നെല്ലാം പറയുന്നത് ഈ CPUവിന് തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ ആ സർക്യൂട്ട് ബോർഡ് എന്ന് പറഞ്ഞല്ലോ, ആ മദർ ബോർഡിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, question number 5. Which of the following is primarily responsible for converting input into meaningful output? Okay, നമ്മൾ കൊടുക്കുന്ന ഡേറ്റാനെ മീനിങ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത്, ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത് ആർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി? ഓപ്ഷൻസ്: RAM, CPU, storage device, input and output device. Okay, answer is CPU. Okay, CPU എല്ലാ ഡേറ്റേനെയും പ്രോസസ്സിംഗ് ചെയ്യുന്നത് ആരാണ്? ഈ CPU ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്നുള്ള കൺഫ്യൂഷൻ വരരുത്. കാരണം ഇൻപുട്ട് ഡിവൈസ് ഡേറ്റ കളക്ട് ചെയ്യാനും ഔട്ട്പുട്ട് ഡിവൈസ് ഡേറ്റ നമുക്ക് പുറത്തേക്ക് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി കൺവേർഷൻ, പ്രോസസ്സിംഗ് എല്ലാം തന്നെ ചെയ്യുന്നത് CPU ആണ് അല്ലേ. സോ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഫോർ റിസീവിങ് ഡേറ്റ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് CPU ആണ്. അതിനെ പ്രോസസ്സിംഗ് ചെയ്യുന്നു. അതിനുശേഷം ആ ഇൻഫർമേഷനെ മെമ്മറിയിലേക്കും ഔട്ട്പുട്ട് ഡിവൈസിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതും CPU തന്നെയാണ്. ഓക്കെ, next is question number 6. Central processing unit in a computer consists of which major components? അപ്പോൾ CPUയുടെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഡൗട്ടൊന്നും വേണ്ട. ഓപ്ഷൻസ് നോക്കാം: ALU and control unit, B control unit, C registers, D ALU, control unit and registers. Okay, അപ്പം ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മെമ്മറി വരുന്നുണ്ട് അല്ലേ. CPUയുടെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ്? മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം കൺട്രോൾ യൂണിറ്റും അതുപോലെ തന്നെ ALU അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. കൺട്രോൾ യൂണിറ്റും ALU കൂടിയും ചേർന്നതാണ് പ്രോസസ്സിംഗ് യൂണിറ്റ്. മറ്റേത് സ്റ്റോറേജ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ രജിസ്റ്റേഴ്സ് എല്ലാം തന്നെ സ്റ്റോറേജിൽ പെടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following component of CPU performs arithmetical operations such as addition, subtraction, division and multiplication, and logic operations such as AND, OR and NOT? Okay,
അപ്പം ഇവിടെ നമുക്ക് ഡൗട്ട്സ് ഒന്നും വേണ്ട. ALUന്റെ ഫുൾ ഫോം തന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ്. അപ്പോൾ അവിടെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും ഒപ്പം ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യുന്നത് ആരാണ്? ALU തന്നെയാണ്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി. Next is question number 8. Which of the following component of CPU controls input or output devices, generate control signals to the other components of the system such as read and write signals and performs the execution of instruction? Options: ALU, accumulator, control unit, both A and C. Okay, ഇവിടെ controls എന്ന് നമുക്ക് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്ത മറ്റ് കോമ്പണൻസിലേക്ക് റീഡായിട്ടും റീഡ് റൈറ്റ് സിഗ്നൽസ് ആയിട്ടെല്ലാം സെൻഡ് ചെയ്യുന്നത് ആരാണ്? അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഒക്കെ പെർഫോം ചെയ്യുന്നത് ആരാണ്? ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി, കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൊത്തം ആ ഒരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് ഇൻപുട്ട് ഡിവൈസുകളിൽ നിന്നും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസിലേക്കും എല്ലാം തന്നെ റീഡ് റൈറ്റ് സിഗ്നൽസ് കൊടുത്ത് ബാക്കി ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ എല്ലാം പെർഫോം ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Which among the following is the fastest memory in computer that holds information? ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണ്? ഓപ്ഷൻസ്: രജിസ്റ്റർ, ക്യാഷ്, മെയിൻ മെമ്മറി, റാം. ഓക്കെ, ഇവിടെ കൺഫ്യൂസ് ചെയ്യാൻ അവരുടെ രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. ഓക്കെ, അപ്പോൾ നമ്മളുടെ മെമ്മറിയിൽ ഇരിക്കുന്ന എല്ലാ ഇൻഫർമേഷനെയും CPU ആദ്യം തന്നെ രജിസ്റ്റേഴ്സിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രമാണ് അവിടെ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ഓക്കെ, മെമ്മറിയിൽ നിന്ന് രജിസ്റ്റേഴ്സിലേക്ക് മാറ്റുന്നു, അതിനുശേഷമാണ് അവിടെ ALU അതിനെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആവട്ടെ, ലോജിക്കൽ ഓപ്പറേഷൻസ് ആവട്ടെ, എന്തവിടെ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിലും അവിടെ പ്രോസസ്സിംഗ് ചെയ്യുന്നത് നമ്മുടെ പ്രോസസ്സർ യൂണിറ്റിൽ ചെയ്യുന്നത് എന്താണ്? രജിസ്റ്റേഴ്സിലേക്ക് മാറ്റിയിട്ട് രജിസ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടാണ് CPU പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, രജിസ്റ്റർ. Next question number 10. Which of the following are the predominant manufacturers of desktop and laptop computers? Desktop, laptop computers ന്റെ manufacturers ആരൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. Options: Intel, B, AMD, Advanced Micro Devices, C, Motorola, D, both A and B. Okay, answer is both A and B. ഓക്കെ, ഇന്റൽ പ്രോസസ്സറാണ്, AMD പ്രോസസ്സറാണ്. ഓക്കെ, അപ്പം പ്രോസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെയാണ്? പ്രോസസ്സേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസ് ഇന്റൽ ആൻഡ് AMD. സോ ബോത്ത് A ആൻഡ് B. മോട്ടറോള മൊബൈൽ ഫോൺ ഫാക്ടറിയാണ്, കമ്പനിയാണ്. ഓക്കെ, question number 11. Which of the following is temporary storage used to hold data that is used for arithmetic and logical operations and storing its result? Options: ALU, program counter, accumulator, instruction register. ഓക്കെ, ഇവിടെയും ഡൗട്ട്സ് ഒന്നും വേണ്ട. അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾക്ക് കൊടുത്തരുന്ന ഡേറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് അതിനുശേഷം അവിടെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് അതിൻ്റെ റിസൾട്ട് തിരിച്ച് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് പറയുന്നത്. അതൊരു ടെമ്പററി സ്റ്റോറേജ് ആണ്. ഓക്കെ, താൽക്കാലികമായിട്ട് ആ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് രജിസ്റ്റർ എന്നുള്ളത്. CPUവിന് പ്രോസസ്സിംഗ് ചെയ്യണമെങ്കിൽ മെമ്മറി യൂണിറ്റിൽ നിന്ന് എല്ലാം തന്നെ രജിസ്റ്ററിലേക്ക് മാറ്റിയതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്ററിൽ നിന്ന് എടുത്തിട്ടാണ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഈ അരിത്തമെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ആവട്ടെ ഈ അക്യുമുലേറ്റർ രജിസ്റ്ററിലാണ് ഹോൾഡ് ചെയ്ത് അതിൽ നിന്നാണ് എടുത്ത് അവസാനം ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ടും അല്ലെങ്കിൽ റിസൾട്ടും തിരിച്ച് അക്യുമുലേറ്ററിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ALU, അരിത്തമെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസ്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള രജിസ്റ്റേഴ്സ് ആണ് ഓപ്ഷൻസിൽ ഉള്ളത്. നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും എല്ലാം തന്നെ ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ അക്യുമുലേറ്റർ രജിസ്റ്റർ ആണ് ഈ അരിത്തമെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. Question number 12. Which of the following is a permanent storage location within the CPU used to hold a binary value temporarily for manipulation or for simple calculations? Okay, നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ വേറൊരു രീതി.
ഓപ്ഷൻസ് നോക്കാം. മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി, രജിസ്റ്റർ, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ സി പി യുവിലുള്ളൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്, പക്ഷെ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് ടെമ്പററി ആയിരിക്കും. അത് ബൈനറി വാല്യൂസ് ആണ് നമുക്ക് കാൽക്കുലേഷൻസിന് എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏതാണ് ആ പെർമനന്റ് സ്റ്റോറേജ് ലൊക്കേഷൻ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഇസ് രജിസ്റ്റർ. ഓക്കെ, രജിസ്റ്ററിലാണ് സി പി യു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലൊക്കേഷൻ, ബൈനറി വാല്യൂസ് എല്ലാം തന്നെ. പക്ഷെ അതിലുള്ളതെല്ലാം തന്നെ ടെമ്പററി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. Data moves in and out of the CPU through embedded wires called. അപ്പം ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഓക്കെ, അത് എംബഡഡ് വയേഴ്സ് കൂടിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ആ വയേഴ്സിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ഇസ് ബസ്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ഇന്റർ കണക്ഷൻസ് ഒക്കെ ത്രൂ ബസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബസ്സിൽ കൂടിയിട്ടാണ് എല്ലാം പാസ് ചെയ്ത് പോകുന്നത്, ഡേറ്റ മൂവ് ചെയ്ത് പോകുന്നത്. അത് എംബഡഡ് വയേഴ്സ് ആണ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബസ്സസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സി പി യു, മെമ്മറി ആൻഡ് പെരിഫറൽ ഡിവൈസസ്. സി പി യുയും മെമ്മറി മറ്റ് ഡിവൈസസിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ ത്രൂ ബസ് ആണ്. ഓക്കെ, അപ്പോൾ ഡേറ്റ നമുക്ക് സി പി യുവിൽ നിന്ന് മറ്റ് കമ്പ്യൂട്ടർ പെരിഫറൽസിലേക്കും സി പി യുവിൽ നിന്ന് മെമ്മറിയിലേക്കും അതുപോലെ തന്നെ സി പി യുവിൽ തന്നെ ഉള്ള ഡിഫറെൻറ്റ് പാർട്സിലേക്കെല്ലാം തന്നെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. The most common buses inside the computer are options: A address bus, B address bus and data bus, C address bus and control bus, D address bus, data bus and control bus. Okay, computer micro computer വരുന്ന most common buses ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. 3 ബസ്സും വരുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. Which bus is used to carry data to and from the memory? മെമ്മറിയിൽ നിന്നും അതുപോലെ തന്നെ മെമ്മറിയിലേക്കും ഡേറ്റ ക്യാരി ചെയ്യുന്ന ബസ് ഏതാണ്? ഓക്കെ, ആൻസർ ഡേറ്റ ബസ്. ഡേറ്റ ക്യാരി ചെയ്യുന്ന ബസ് ഡേറ്റ ബസ് തന്നെയാണ്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡേറ്റ ബസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.